ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസുമായി കേവലം 5 മാസത്തെ ഒരു കരാറിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തന്റെ ഫിസിക്കൽ കണ്ടീഷൻ മികച്ച രൂപത്തിലേക്ക് മാറിയതിനു ശേഷം യൂറോപ്പിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം. അത് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. തന്റെ മുൻ ക്ലബ്ബായ FC ബാഴ്സലോണയിലേക്ക് മടങ്ങാൻ നെയ്മർക്ക് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ യുവാൻ ഫോൻഡസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് നെയ്മർക്ക് ബാഴ്സയിലേക്ക് എത്താൻ അതിയായ മോഹമുണ്ട്. ബാഴ്സയുമായി ഒരു പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോലും ഇപ്പോൾ നെയ്മർ ജൂനിയർ തയ്യാറാണ് എന്ന കാര്യമാണ് യുവാൻ ഫോൻഡസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ലാപ്പോർട്ടയുമായി അദ്ദേഹത്തിന് ഒരു ഗുഡ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ് ഉള്ളത്. ലാപ്പോർട്ടക്കും താരത്തെ കൊണ്ടുവരുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷൻ മികച്ചതായിരിക്കണം. പരിക്കിന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ നെയ്മർക്ക് ഉണ്ടാവാൻ പാടില്ല. ഫിസിക്കലി നെയ്മർ നല്ല രൂപത്തിൽ ഫിറ്റ് ആയാൽ താരത്തെ കൊണ്ടുവരുന്നതിനോട് ലാപ്പോർട്ടക്ക് എതിർപ്പൊന്നുമില്ല എന്നാണ് യുവാൻ ഫോൻഡസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ നെയ്മറെ ബാഴ്സയിലേക്ക് എത്താൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ കൂടി ഇവിടെയുണ്ട്. അതും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ബ്രസീലിയൻ സഹതാരമായ റാഫീഞ്ഞയാണ്. നെയ്മറുടെ അടുത്ത സുഹൃത്താണ്. ഇക്കാര്യത്തിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞേക്കും. അതുപോലെ തന്നെ ലാമിൻ യമാൽ നെയ്മർ ജൂനിയറെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കും ഇവിടെ വലിയ പ്രാധാന്യം ഉണ്ടാകും. അതുപോലെ തന്നെ നെയ്മറുടെ ഏജന്റായ പിനി സഹാവിയും അതുപോലെ തന്നെ ലാപ്പോർട്ടയും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഉള്ളത്. അത് ഇതിന് സഹായകരമായേക്കും എന്നുള്ള കാര്യവും ജോൺ ഫോണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നെയ്മർക്ക് ബാഴ്സയിലേക്ക് എത്താൻ ആവശ്യമായ പോസിറ്റീവായ ഘടകങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല പുതിയ ഒരു സ്റ്റാർ പ്ലെയറെ വേണമെന്ന് ഇപ്പോൾ ലാപ്പോർട്ട ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ നെയ്മർ ജൂനിയറെ വലിയ രൂപത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഏത് രൂപത്തിലാണ് ഇതൊക്കെ മാറുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നെയ്മർ ജൂനിയർ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം മികച്ച പ്രകടനം നടത്തുക, തൻ്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.